എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ എന്തിനാണ് അതിർത്തിയിൽ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണങ്ങളും ഒക്കെ നടത്തുന്നത്? ഒറ്റ രാത്രി കൊണ്ട് ഡസൺ കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നത് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനാകുമോ? ഇരുപക്ഷവും പറയുന്നത് തങ്ങൾക്കാണ് എതിർഭാഗത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചാണ്. ഒരു ഭാഗത്ത് സംഘർഷം ആളിക്കത്തുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടും മാധ്യമങ്ങളും ഒക്കെ ആയിട്ടും കൂടിക്കാഴ്ച നടത്തുന്നു. എന്തായാലും ഈ ഒരു സംഘർഷം ആളിക്കത്താൻ കാരണമായത് എന്തൊക്കെയാണ്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ശക്തികൾ ആരെല്ലാം, അതായത് താലിബാൻ, TTP തുടങ്ങിയ സംഘടനകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സംഘർഷം കേരളത്തിലിരിക്കുന്ന നമ്മൾ പോലും അറിഞ്ഞിരിക്കേണ്ടത്? ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഒക്ടോബറിലെ ഈ പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലവും ഇതിലെ മനുഷ്യപരമായിട്ടുള്ളതും ഭൗമരാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നതായിരിക്കും. ശരിക്കും ജിയോ പൊളിറ്റിക്കലായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തിൽ നേരിട്ട് ഇന്ത്യ ഇടപെടുന്നില്ലെങ്കിൽ പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാൻ തിരിയുന്നത് നമുക്ക് തന്നെയാണ് ലാഭം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിലുണ്ടാകുന്ന ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനെ പറ്റി അറിയുന്നതിനോടൊപ്പം നമുക്കും സാമ്പത്തികമായി മെച്ചപ്പെടാനും ലാഭം ഉണ്ടാക്കാനും സാധ്യതയുള്ള മാർഗ്ഗങ്ങളെ പറ്റി കൂടി ഞാൻ പല വീഡിയോസിലും പറയാറുണ്ടല്ലേ. ഇപ്പോൾ പല സാധനങ്ങളുടെയും GST കുറയ്ക്കുകയോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയോ ചെയ്തതോട് കൂടിയിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കൺസപ്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ 2030 ആകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൺസ്യൂമർ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറും. അത്തരത്തിൽ വളരുന്ന ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിനൊപ്പം നമുക്കും വളരാനുള്ള അവസരം ഇപ്പോൾ ആക്സിസ് മാക്സ് ലൈഫ് ഒരുക്കുന്നുണ്ട്. അവരുടെ പുതിയ NFO ഇന്ത്യൻ കൺസംപ്ഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. പക്ഷേ ഈ വരുന്ന ഒക്ടോബർ 26 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് പോലും നിക്ഷേപിക്കാൻ സാധിക്കുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. പിന്നെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്താൽ അതനുസരിച്ചുള്ള ലാഭവും കിട്ടും. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ബാങ്കുകളൊക്കെ 5-6% മാത്രം റിട്ടേൺ നൽകുന്ന സ്ഥാനത്ത് ആക്സിസ് മാക്സ് ലൈഫിന്റെ തന്നെ 2008 ലോഞ്ച് ചെയ്ത ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ 29.3% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാകത്തില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി ഒക്ടോബർ 26 വരെയാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ്. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ആദ്യം നമുക്ക് ഈ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം പറയണമല്ലേ. ആ പശ്ചാത്തലം തന്നെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അതിർത്തി രേഖയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി എന്നുള്ളത് ഏകദേശം 2600 കിലോമീറ്റർ ദൂരത്തിലെ ദുർഘടമായിട്ടുള്ള മലനിരകളിലൂടെയും മരുഭൂമികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അതിർത്തി ഡ്യൂറൻഡ് രേഖ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. വർഷം 1893 ബ്രിട്ടീഷുകാരാണ് ഇത് വരച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഈ അതിർത്തി എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. കാരണം വളരെ ലളിതമാണ്. അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഈ ഡ്യൂറൻഡ് രേഖയെ ഒരു അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇത് ഗോത്രവർഗ്ഗങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും ഈ പ്രശ്നം സങ്കീർണമാക്കുകയാണ്. പതിറ്റാണ്ടുകളോളം പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗ്രൂപ്പ്, പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായിട്ട് ഈ താലിബാനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമായിരുന്നു കേട്ടോ. എന്നാൽ 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ബന്ധങ്ങൾ വളരെ മോശമാകുകയാണ്. പ്രധാന കാരണം എന്താണ്? മറ്റൊന്നുമല്ല, തീവ്രവാദ ഗ്രൂപ്പുകൾ തന്നെ. പാകിസ്ഥാൻ പറയുന്നത് തങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കുന്ന ടെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ, അതായത് TTP എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം കേട്ടോ. നമ്മളിനി അങ്ങോട്ട് TTP എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ TTP പോലുള്ള ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ മണ്ണിൽ താലിബാൻ സർക്കാർ അഭയം നൽകുന്നു എന്നുള്ളതാണ്. താലിബാൻ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ടെങ്കിലും TTPക്ക് അഫ്ഗാൻ അധികൃതരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ചില കണ്ടെത്തലുകൾ പോലും ഈ വാദത്തിന് ബലം നൽകുന്നുണ്ട്. അതുകൊണ്ട് 2025 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ അപകടകരമാകുകയാണ്. ഒരു വശത്ത് തർക്കത്തിലുള്ള അതിർത്തിയും പരമാധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന താലിബാനും, മറുവശത്ത് അതിർത്തി കടന്നുള്ള തീവ്രവാദാക്രമണങ്ങളിൽ ക്ഷമകെട്ട് നിൽക്കുന്ന പാകിസ്ഥാനും. ഈ ഒരു സാഹചര്യമാണ് ഇത്രയും വലിയൊരു ഏറ്റുമുട്ടലുകൾക്ക് കളമൊരുക്കിയത്. ഈ ഏറ്റുമുട്ടലുകൾക്ക് പെട്ടെന്ന് തീ കൊളുത്തിയത് എന്താണെന്ന് നോക്കാം. 2025 ഒക്ടോബറിലെ വ്യോമാക്രമണങ്ങളാണ് ഇതിന് തുടക്കമായിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ 9 അഫ്ഗാൻ തലസ്ഥാനമായിട്ടുള്ള കാബൂളിലും തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ മറ്റ് ചില ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാൻ പോർവിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന് കാബൂളിലെ താലിബാൻ സർക്കാർ ഉടൻ തന്നെ ആരോപിക്കുകയാണ്. പാകിസ്ഥാൻ ഈ ആക്രമണം തുറന്ന് സമ്മതിച്ചെങ്കിലും അവിടെ ഒളിച്ചിരുന്ന TTPയുടെ ഒരു ഉന്നത നേതാവിനെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ പ്രതികാര നടപടി നടത്തിയതെന്നാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സൂചന നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് അതിർത്തി കടന്ന് TTPയുടെ നേതൃത്വത്തെ ഇല്ലാതാക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ ഈ സംഭവങ്ങളിൽ ക്ഷമ നശിച്ച താലിബാൻ ഒക്ടോബർ 11 ശനിയാഴ്ച വൈകുന്നേരം മുതൽ നിരവധി പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം തുടങ്ങുകയാണ്. പാകിസ്ഥാൻ സൈന്യവും ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ് കേട്ടോ. അയൽക്കാർ 2021 ശേഷം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ രാത്രികാല
ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുകയാണ്. ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് ഞാൻ എടുത്തു പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അന്നനാളത്തിൽ ബോംബിട്ട ഒരു സംഭവം ഉണ്ടല്ലോ ഇന്ത്യ. ഇപ്പോൾ അവിടുത്തെ തന്നെ തീവ്രവാദി ഒരു സ്പീച്ചിൽ വന്ന് കരയുന്നുണ്ടായിരുന്നു, മസൂദ് അസറിൻ്റെ കുടുംബത്തെ മൊത്തം ഇന്ത്യ ചുട്ടരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ തന്നെ സമ്മതിക്കുമ്പോഴൊക്കെ സന്തോഷമുണ്ട്, കുറച്ചുകൂടെ കരയട്ടെ. അപ്പോൾ രണ്ടാമത്തെ ആക്രമണമായിട്ടാണ് ഞാനിത് കൂട്ടുന്നത് ഇവർ കണ്ടിട്ടുള്ളത്. എന്തായാലും നാശനഷ്ട കണക്കുകളിൽ, അതായത് രണ്ട് രാജ്യങ്ങളും അവർക്കുണ്ടായ നാശനഷ്ട കണക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഭയങ്കര വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റും. പാകിസ്ഥാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 23 സൈനികർ കൊല്ലപ്പെട്ടു, 29 പേർക്ക് പരിക്കേറ്റു. തങ്ങളുടെ തിരിച്ചടിയിൽ 200-ലധികം അഫ്ഗാൻ താലിബാൻ പോരാളികളെ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. 200 അഫ്ഗാൻ സോൾജേഴ്സിനെ കൊലപ്പെടുത്തിയെന്ന്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നായിരുന്നല്ലോ. അതിൻ്റെ അത് പാകിസ്ഥാൻ അവകാശപ്പെട്ട എന്താണ്? നമ്മുടെ 5 പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന്. എല്ലാ പോർവിമാനങ്ങളും കൃത്യമായിട്ട് എയർബേസിൽ തിരിച്ചെത്തിയല്ലേ. അപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്ന രീതി എന്ന് പറയുന്നത് പാകിസ്ഥാന് പുതുമയൊന്നുമല്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കാറുമില്ല. ഇനി താലിബാൻ പറയുന്നതാകട്ടെ, തങ്ങളുടെ 9 സോൾജേഴ്സ് കൊല്ലപ്പെട്ടുവെന്ന് അവർ സമ്മതിക്കുകയാണ്. എന്നാൽ തങ്ങൾ 58 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്നും 30 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെടുകയാണ്. ഈ വലിയ കണക്കുകൾക്ക് ഇരുപക്ഷവും തെളിവുകൾ നൽകിയിട്ടില്ല എന്നുള്ളതും ഇരുപക്ഷവും തങ്ങളുടെ ശത്രുവിന്റെ നഷ്ടം പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇരുപക്ഷവും തങ്ങളുടെ ഔട്ട്പോസ്റ്റ് പിടിച്ചെടുത്തതായിട്ടും നശിപ്പിച്ചതായിട്ടും അവകാശവാദം ഉന്നയിക്കുകയാണ്. താലിബാൻ 25 പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായിട്ട് അവകാശപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ 19 താലിബാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായിട്ട് അവകാശപ്പെടുകയാണ്. അതായത് ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ലേലം വിളിക്കൂലേ, 300 കോടി 500 കോടി, കോടിക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെ. അതുപോലെയാണ് ഇവിടെ ചുമ്മാ ഇത്ര പേരെ കൊന്നു, എന്നാൽ 300 പേരെ കൊന്നു നമുക്ക് വിളിക്കാം. അവർ 19 പോസ്റ്റ് പിടിച്ചു എന്ന് പറയുകയാണ്, എന്നാൽ നമുക്ക് 29 പോസ്റ്റ് പിടിച്ചു എന്ന് പറയാം. ഇങ്ങനെ വെറുതെ ഒരു തെളിവുകളും ഇല്ലാതെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞായറാഴ്ച ഒക്ടോബർ 12 രാവിലെയോടെയാണ് പോരാട്ടം മൊത്തത്തിലൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഖത്തർ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ വെടിനിർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് തങ്ങൾ ആക്രമണം നിർത്തിയതെന്നാണ് താലിബാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ GCC രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ആശങ്കാകുലരായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനും സൗദിയുമായിട്ട് സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻ്റ് എന്നുള്ളൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അതായത് പാകിസ്ഥാനെയോ സൗദിയോ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കെതിരെയായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കും. അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചല്ലോ, അത് സൗദിക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് സൗദി നിലവിൽ കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സുരക്ഷാ കാരണങ്ങളാൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള എല്ലാ പ്രധാന അതിർത്തി ക്രോസിങ്ങുകളും അടക്കിയാണ്. തോർഖം, ചമൻ, സ്പിൻ, ബോഡാക്ക് തുടങ്ങിയ പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ അടഞ്ഞായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഈ സംഘർഷത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ടെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നുള്ള ഘടകവും ഇപ്പോൾ നടക്കുന്ന ഒരു ബ്ലെയിം ഗെയിമിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഇരു സർക്കാരുകളും തമ്മിലുള്ള വാക്പോരുകൾ, അവർ പറയുന്ന അവരുടെ വാദങ്ങൾ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പാകിസ്ഥാന്റെ ആരോപണം എന്തെന്നാൽ താലിബാനി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തിയത് TTP പോലുള്ള ഭീകരർക്ക് ഒളിച്ചു കടക്കാനും, അതായത് ഈ ആക്രമണങ്ങൾക്കിടയിൽ കൂടെ അവർക്ക് സുഖമായിട്ട് കടക്കാൻ പറ്റും, അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും സൗകര്യം ഒരുക്കുന്നതിനും ഒക്കെ ആയിട്ടാണെന്നുള്ളതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് എന്താണ്? പാകിസ്ഥാനെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല എന്നുള്ളതാണ്. തങ്ങളുടെ പ്രതികരണം സ്വയം പ്രതിരോധമാണെന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇനി താലിബാന്റെ നിലപാട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് ഈ ആക്രമണം തുടങ്ങിയത് എന്നുള്ളതായിരുന്നു അവരുടെ വാദം. കാബൂളിലെ വ്യോമാക്രമണം പാകിസ്ഥാൻ അഫ്ഗാൻ പരമാധികാരം ലംഘിച്ചതിന്റെ തെളിവാണ്. അഫ്ഗാൻ താലിബാന്റെ വാദം കറക്റ്റാണ്. പക്ഷേ എതിർസ്ഥാനത്തുള്ളത് ആരാണ്? പാകിസ്ഥാനാണ്. നെറുകെട്ട രാജ്യമാണ്. എന്ത് വൃത്തികേടുകളും കാണിക്കുമല്ലേ. അവർ തന്നെ, അവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് ഈ പൈസയും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇന്ത്യയിലേക്ക് പോലും കയറ്റിവിടുന്നത്. അവിടുത്തെ ജനറലും അവിടുത്തെ മന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആക്രമണത്തിന് തുടക്കമിട്ടത് ആരെന്ന് നോക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറിയിട്ട് അവിടെ ബോംബിടുമ്പോൾ അതിന് ഒരു വിജയകരമായിട്ടുള്ള പ്രത്യാക്രമണം മാത്രമാണ് ഞങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ TTPക്ക് സുരക്ഷിത താവളമില്ല എന്നും അവർ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് പാകിസ്ഥാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി ബോംബിട്ടു. അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതുപോലെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ പാകിസ്ഥാൻ്റെ അന്നനാളത്തിൽ കൊടുക്കുകയാണ്. അതിൽ ഒരുപാട് പാകിസ്ഥാൻ സോൾജേഴ്സും ഭീകരരെന്നൊക്കെ വിളിക്കുന്നത് തെറ്റൊന്നുമില്ല. പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗവൺമെൻറ്റാണ് തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ അവർ മരിക്കുകയാണ് ആ ഒരു ആക്രമണത്തിൽ. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ പാകിസ്ഥാൻ തങ്ങളെ ലക്ഷ്യമിടുന്ന ഭീകരർക്ക് താലിബാൻ അഭയം നൽകുന്നുവെന്ന് ആരോപിച്ച് അതിർത്തി കടന്ന് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ താലിബാൻ തങ്ങളുടെ പരമാധികാരം ലംഘിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നു. ഈ വൈരുദ്ധ്യമാണ് അതിർത്തി ഇപ്പോഴും പ്രക്ഷുബ്ധമാക്കുന്നത്. ഈ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് കേട്ടോ. ഈ ആക്രമണം നടക്കുന്ന സമയത്ത്
സമയത്ത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ പ്രധാന എതിരാളികളുമായിട്ട് താലിബാൻ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനെ മൊത്തത്തിൽ ആശങ്കപ്പെടുത്തുകയാണ്. താലിബാൻ ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടി ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനയും പാകിസ്ഥാൻ നൽകുകയാണ്. TTP അഥവാ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിലെ തീവ്രവാദ ഗ്രൂപ്പാണല്ലേ. അവരെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണം. TTP എന്തിനാണ് ഈ കഥയിൽ ഇത്ര പ്രധാനമാകുന്നത് നമുക്ക് നോക്കാം. TTP എന്നുള്ള ഗ്രൂപ്പ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ ശേഷം TTP ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ കുത്തനെ വർദ്ധിക്കുകയാണ്. US ഡ്രോണുകളെ ഭയപ്പെടാതെ അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിത താവളം ലഭിക്കുകയാണ്. പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് 2021 മുതൽ മാത്രം 100 കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ TTP ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് എന്നുള്ളത് ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മാസമായിരുന്നു. ഓഗസ്റ്റ് മാസം മാത്രം 194 പേരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ തീവ്രവാദികൾ സൈനിക താവളങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും പള്ളികളിലും പോലും ആക്രമണം നടത്തുകയാണ്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രമെന്നേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ രാജ്യത്തിന്റെ ശത്രുവിനെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിന്റെ ശത്രു മിത്രം TTP ബെറ്റർ നല്ല കാര്യമെന്നേ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളുടെ രാജ്യത്തിന് തന്നെയാണ്, നമ്മളുടെ മണ്ണിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള രീതിയിൽ ഞാൻ കാണാറുള്ളല്ലേ. അപ്പോൾ എന്തായാലും TTPക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലന ക്യാമ്പുകൾ നടത്താൻ താലിബാൻ അവരെ അനുവദിക്കുന്നുവെന്നും ആയുധങ്ങളും ധനസഹായം എന്നൊക്കെയുള്ളതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആരാണ് ആരോപിക്കുന്നത്? ഇന്ത്യക്കെതിരെ തീവ്രവാദികൾക്ക് ഫണ്ടും ട്രെയിനിങ്ങും കൊടുക്കുന്ന പാകിസ്ഥാനല്ലേ. കൊള്ളാം, നല്ല ആരോപണം തന്നെ. എന്തായാലും TTP നിയന്ത്രിക്കാനുള്ള താലിബാന്റെ വിസമ്മതം കാരണം പാകിസ്ഥാന്റെ ക്ഷേമം മൊത്തത്തിൽ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ TTP നേതാവ് നൂർ വാലി മെഹ്സൂദിനെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇതാണ് അതിർത്തി സംഘർഷത്തിന് മൊത്തം തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണം താലിബാനെയും TTPയെയും കൂടുതൽ അടുപ്പിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് ഭാവിയിൽ കാരണമായേക്കാം. എന്തായിത്തീരും പാകിസ്ഥാന്റെ ഗതിയെന്ന് ഒരു പിടിയില്ല. ഇപ്പോഴവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മറ്റോ ട്രംപിന്റെ കാലം പിടിച്ച് ഇങ്ങനെ മൂട് താങ്ങി നിൽക്കുക എന്നൊക്കെ പറയത്തില്ല. ഇന്നലെ ഒരു പ്രസംഗത്തിൽ കണ്ടതാണ്, ട്രംപിന് നൊബേൽ കിട്ടണം, ഇങ്ങേര് ലോകത്തിലെ വലിയ തലവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുനിഞ്ഞു നിൽക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ സംഘർഷങ്ങളുടെ മനുഷ്യപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി സംസാരിക്കണം. ഈ സംഘർഷം സാധാരണക്കാർക്കും ഈ മേഖലയ്ക്കും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അക്കമിട്ട് പറയാം. ഒന്നാമത്തേത് മാനവ ദുരിതമാണല്ലേ, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. അതിർത്തി അടച്ചുപൂട്ടിയപ്പോൾ വ്യാപാരവും യാത്രയും പൂർണ്ണമായിട്ട് നിലക്കുകയാണ്. തോർഗം ക്രോസിംഗിൽ ആയിരക്കണക്കിന് യാത്രക്കാരും ചരക്ക് ട്രക്കുകളും ഒക്കെയാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. രണ്ടാമത്തത് സാമ്പത്തിക ആഘാതമാണ്. അഫ്ഗാനിസ്ഥാൻ വ്യാപാരത്തിനായിട്ട് പാകിസ്ഥാനെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ ഈ അടച്ചുപൂട്ടലുകൾ അഫ്ഗാൻ കർഷകർക്കും വ്യാപാരികൾക്കും കനത്ത നഷ്ടമുണ്ടാക്കുകയാണ്. മൂന്നാമത്തത് അഭയാർത്ഥി പ്രശ്നമാണ്. നിയമപരമായിട്ടുള്ള രേഖകളില്ലാത്ത അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ പുറത്താക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അതിർത്തി ആക്രമണം വന്നത്. ഇത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ദുരിതം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടുത്തെ പൗരന്മാർ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരെ ദ്രോഹിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ട് കുടിയേറി വന്നവരെ മൊത്തത്തിൽ ദ്രോഹിക്കുന്ന ഒരു കാഴ്ചകളും ഒക്കെ കാണുകയാണ്. ഇനി ഭൗമരാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സംഘർഷം തെക്കേ ഏഷ്യയുടെയും മധ്യ ഏഷ്യയുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. സൗദി അറേബ്യ, ഖത്തർ, ഇറാൻ തുടങ്ങിയ അയൽരാജ്യങ്ങൾ ഉടൻ തന്നെ സമാധാനത്തിനായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നല്ലേ. എന്താണ് കാരണം? ഇവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖല മൊത്തത്തിൽ അസ്ഥിരമാകുമല്ലേ. അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം തകരുന്നത് താലിബാനെ ചൈന, ഇറാൻ പോലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. കേരളം ഉൾപ്പെടെയുള്ള നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ മേഖലയിലെ അസ്ഥിരത സുരക്ഷാപരമായും സാമ്പത്തികപരമായിട്ടും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവങ്ങൾക്ക് ഒരു ഉപസംഹാരം പറയുവാണെങ്കിൽ പാകിസ്ഥാൻ തങ്ങൾക്കെതിരായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിന് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ അകലം കുറയ്ക്കാൻ നയതന്ത്രപരമായിട്ടുള്ള പല ഇടപെടലുകളും ആവശ്യമാണ്. നിലവിൽ ഇരു രാജ്യങ്ങൾക്കും ഒരു പൂർണ്ണ യുദ്ധത്തിന് താല്പര്യമില്ല, അവർക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. താലിബാൻ രഹസ്യമായിട്ട് TTPയെ നിയന്ത്രിക്കുകയും അതിന് പകരമായിട്ട് പാകിസ്ഥാൻ സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പ് ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. നമ്മൾക്കിതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും സമാധാനപരമായിട്ടുള്ള സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സാധിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതായത് സമാധാനം കൊണ്ടുവരാൻ നയതന്ത്രമാണോ, മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദമാണോ, അതോ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയാണോ വേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കാരണം കമൻറ്റ് ബോക്സ് എന്നുള്ള എപ്പോഴും നല്ലൊരു ചർച്ചാവേദിയാണ്. നമുക്ക് ഒരുപാട്
കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ടോപ്പിക്കും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് തീർച്ചയായിട്ടും അത് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒക്ടോബർ 26 വരെ മാത്രമാണ് നിങ്ങൾക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.